അപ്പോസ്തലപ്രവൃത്തി 27:13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചത്. 13 നമുക്ക് പറയുന്നത് തെക്കൻ കാറ്റ് മന്ദമായി ഊതി, അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ക്രമപ്പെട്ടു എന്നവർ വിചാരിച്ചു. പക്ഷേ അതിനോടനുബന്ധിച്ച് വീണ്ടും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുകയാണ്. ആ പ്രയാസങ്ങളുടെ മധ്യേ കർത്താവ് അവരുടെ കൂടെ ഉണ്ട്. വെള്ളത്തിൽ പോയിട്ടും കർത്താവ് അവരുടെ കൂടെ ഉണ്ട്. അവരെ കരയ്ക്ക് അടുപ്പിച്ച് കർത്താവ് ആഗ്രഹിച്ച ഇടത്ത് അവരെ എത്തിച്ച് അവരെ കൊണ്ട് ദൈവം ചെയ്യാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. നമ്മളോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിയാൽ അതിനിടയ്ക്ക് പ്രയാസങ്ങൾ പലത് നേരിട്ടാലും കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിക്കും. കർത്താവ് നമ്മളെ ഒരു കാര്യം പറഞ്ഞിട്ട് കർത്താവ് പുറകെ മാറി നിൽക്കത്തില്ല. നമ്മുടെ കൂടെ നമ്മൾ വില്ലിങ്ങായിട്ട് ഇറങ്ങിയാൽ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് കർത്താവ് നമ്മളെ ആ കാര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു കർത്താവാണ് നമ്മുടെ കൂടെ. അല്ലാതെ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവം അല്ല. കർത്താവിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾ കേട്ടിട്ട് അത് അനുസരിക്കാനായിട്ട് പുറപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് കർത്താവ് അങ്ങ് മാറി നിൽക്കുകയല്ല. കർത്താവ് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നൊരു കർത്താവ്. അതുകൊണ്ട് നമ്മുടെ വിളി എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അത് ചെയ്യാനായിട്ട് നമ്മളെ സമർപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് നമ്മളല്ല, കർത്താവാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കർത്താവിന് അവൈലബിൾ ആക്കി കൊടുക്കേണ്ട ഒരു കാര്യം നമ്മളാണ്. അതേസമയം നമ്മൾ കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാതെ വേറൊരു വഴിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കർത്താവ് നമ്മളെ അവിടുന്ന് മടക്കി കൊണ്ടുവന്നത് ചെയ്യും എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യിക്കാൻ കർത്താവിന് കഴിയും. പക്ഷേ അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ കർത്താവ് അതിനു വേണ്ട ഹെൽപ്പ് ചെയ്ത് നമ്മളെ കൊണ്ടത് ഫിനിഷ് ചെയ്യിക്കും. ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാൻ അത് കർത്താവ് സഹായിക്കും. ആ ഒരു വിശ്വാസത്തിൽ വേണം നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. എന്നെ ആര് വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മളെ വിളിച്ചത് നമ്മുടെ സൃഷ്ടാവാണ്. അവന് നമ്മളെ കൊണ്ടത് പൂർത്തീകരിക്കാൻ കഴിയുന്ന ദൈവമാണ്. അതുകൊണ്ട് എനിക്ക് കഴിവില്ല, കർത്താവെ ഞാനിതാ നിന്റെ വിളി കേട്ട് ഞാൻ ഇറങ്ങുന്നു, എന്നെ സഹായിക്കണേ എന്നുള്ള ആ പ്രാർത്ഥനയോട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ കർത്താവ് നിശ്ചയമായിട്ടും നമ്മളെ കൊണ്ട് ആ കാര്യം പൂർത്തീകരിക്കും. പൂർത്തീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മളത് പൂർത്തീകരിച്ച് കഴിയുമ്പോഴേ നമ്മളറിയൂ, അയ്യോ ഇതായിരുന്നോ കർത്താവ്, എത്ര മനോഹരമായിട്ടത് ചെയ്യിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം പൂർത്തീകരിച്ച് ദൈവഹിതത്തിന് നമ്മൾ കീഴടങ്ങി പൂർത്തീകരിച്ച് നമുക്ക് സന്തോഷത്തോടെ ഈ ലോകത്തെ വിട്ടുപോകാനായിട്ട് കഴിയും. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തന്നെ കർത്താവിൻ്റെ വചനത്തിന് അനുസരിച്ച് കൊടുക്കുക. അതിന് നമ്മളെ അവൈലബിളാക്കി തീർക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 27-13 വാക്യത്തിലെ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ നങ്കൂരം എടുത്ത് കാറ്റ് ദ്വീപിൻ്റെ മറപറ്റി ഓടി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു എണ്ണം വരാം, ചിലപ്പോൾ വരാതിരിക്കാം, വരാം.
കർത്താവിനാണ് അതിന്മേൽ അധികാരമുള്ളത്. കർത്താവ് ഉപയോഗിക്കാത്ത ഒരു വഴി കൂടെ, കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു വഴി കൂടെ നമ്മളെ ഓടിക്കത്തില്ല. നമ്മൾ ഓടിപ്പോകാം, പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന വഴി കൂടെ നമ്മളെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. വിട്ടുകൊടുത്താൽ കർത്താവ് ആ ആഗ്രഹിക്കുന്ന, ഇവിടെ നമ്മൾ വായിക്കുന്നില്ലേ, 23 നമ്മൾ വായിക്കുന്നില്ല, 27-23 എൻ്റെ ഉടയവനും ഞാൻ സ്നേഹിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്ന്, പൗലോസെ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അവിടെ ഒരു വലിയ പ്രവൃത്തി അവിടെ നടന്നു. അപ്പോൾ ഈ കാറ്റടിക്കുകയും ഈ പ്രയാസങ്ങൾ ഉണ്ടാകുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവരെ രക്ഷിക്കാനായിട്ട് കഴിയുകയില്ലായിരുന്നു. അപ്പോൾ ഇത് പൗലോസ് ആഗ്രഹിച്ച കാര്യമല്ല, അവിടെ അറിഞ്ഞ കാര്യമല്ല, ദൈവം ഒരു കാര്യം അവനെ കൊണ്ട് അവിടെ ചെയ്യിച്ചു. നമ്മളും ആഗ്രഹിക്കുന്ന, നമുക്ക് ഇന്നതുപോലെ ചെയ്താൽ ഇന്ന കാര്യം ശരിയാകും, ഇന്നതുപോലെ ഇത് ഇന്നയാളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മുടെ ഹൃദയത്തിലൊരു വിചാരമുണ്ട്. എന്നാൽ ദൈവത്തിനൊരു വഴിയുണ്ട്. ദൈവം ഒരുപക്ഷെ അയാളെ ആയിരിക്കില്ല, വേറൊരാളെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ല വേറൊരു പ്രദേശത്തെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. ഒരു പ്രദേശത്തെ തന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയും. അവിടെ നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുക. എന്നിട്ട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയിൽ പറയുകയല്ല, ഓരോ ആ കാര്യങ്ങളെ നമുക്ക് കാണിച്ചു തരും. അത് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഇതിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയും. കർത്താവാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കർത്താവാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെ കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന വഴി കൂടെ തന്നെ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ആ വഴി അറിയത്ത് പോലും ഇല്ലായിരിക്കും. ഒരു പക്ഷേ ആ വഴി നമ്മൾ അറിയുന്നതേ ആയിരിക്കത്തില്ല. ആ അറിയാത്ത വഴി കൂടെ നമ്മളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്ന കർത്താവ്, അത് കർത്താവിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കർത്താവിനെ പൂർണ്ണമായിട്ട് കീഴടങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. കർത്താവിന് നമ്മളെ കീഴടങ്ങി കൊടുത്താൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം നമ്മളെ കൊണ്ട് ചെയ്യും. അതിനായിട്ട് നമ്മളെ കീഴടക്കി കൊടുക്കാനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് തയ്യാറാകുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിന് സഹായിക്കുമാറാകട്ടെ. ദൈവം സംസാരിക്കേണ്ട നന്ദി പറയുന്നത് ഞാനിങ്ങനെ വിചാരിക്കുന്നു. ഒരു അത്യുന്നതനായ ദൈവം, സകലത്തെ സൃഷ്ടിച്ച ഒരു വലിയ ദൈവം, ആ താഴെ ഭൂമിയിൽ ഏറ്റവും ചെറിയ ഒരു സ്പോട്ട് പോലുള്ള നമ്മളെ കണ്ട് നമ്മളെ സ്നേഹിതന്മാരായിട്ട് കരുതത്തക്കവണ്ണം ദൈവത്തിന് നമ്മളോട് തോന്നുന്ന ആ ഒരു വലിയ മനസ്സിൽ നമുക്ക് നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മളെ ആരും നമ്മളാരും മോസ്റ്റ്ലി കുറച്ച് പേരൊഴികെ ബാക്കി ആരും അറിയപ്പെടുന്നവർ തന്നെ നമ്മൾ ആരുമില്ല. നമ്മുടെ ആ പ്രദേശത്തുള്ള ചെറിയ ഏരിയയിൽ മാത്രമേ നമ്മൾ അറിയപ്പെടുന്നുള്ളൂ. പക്ഷേ ഈ നമ്മുടെ ഇപ്പോഴത്തെ വാല്യൂ എന്തുവാ, നമ്മുടെ ഇപ്പോഴത്തെ വില എന്താണെന്ന് ചോദിച്ചാൽ, സകലത്തെയും സൃഷ്ടിച്ച് സകലത്തെയും എല്ലാത്തെയും നമ്മൾ പാടുന്ന പോലെ കൊടാകൂടി അതിനെല്ലാം സൃഷ്ടിച്ച് അതിനെല്ലാം നടത്തുന്ന ദൈവം നമ്മളെ അറിയുന്നു, നമ്മളെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മളെ സ്നേഹിതന്മാരായിട്ട് കരുതത്തക്കവണ്ണം God has lavished ആ സ്നേഹത്തെ ധാരാളമായിട്ട് നമ്മുടെ അതിൽ ശരിക്കും അത് സത്യമല്ലേ? തീർച്ചയായിട്ടും സത്യ കാര്യം. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ച് ആ ഒരു കാര്യം തെളിയിച്ചു തന്ന് നമ്മുടെ കടങ്ങളെല്ലാം തികച്ചും സീറോ ആക്കി നമ്മളെ
നമ്മളെ സമാധാനത്തിലും സന്തോഷത്തിലേക്ക് നടത്താൻ കഴിവുള്ള, അതിനു വേണ്ടിയിട്ടൊരു വലിയ ത്യാഗം ചെയ്ത നമ്മുടെ സ്നേഹിതനായ യേശുവിൻ്റെ, നമ്മളെ ആ നിലയിൽ സ്നേഹിക്കുന്ന, അതുപോലെ പറഞ്ഞ പോലെ ഏതുറക്കത്തിലും പോയി ഏതുറക്കത്തിലും വിളിച്ചുണർത്തി കാര്യങ്ങൾ പറയത്തക്കവണ്ണം ഉള്ള ഒരു വലിയ വിശാലമായ ഒരു വലിയ വഴി തുറന്നു വെച്ചിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ രാത്രിയിലായിരിക്കും, ഈ സന്ധ്യയ്ക്കായിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് നമ്മളെ ഓർക്കുമ്പം, ഞാൻ എൻ്റെ കാര്യം ഞാൻ പലപ്പോഴും ഓർക്കുമ്പോൾ, കർത്താവേ, എനിക്ക് ഒരു സാധാരണ മീറ്റിങ്ങിന് ഇരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ഞാൻ പല സമയങ്ങളിലും എന്നെ തന്നെ വെച്ചിട്ടുണ്ട്. പ്ലസ് ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, കർത്താവ്, ഞാൻ അങ്ങനെ ഒരു നിലയിലായിത്തീരുമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ പാടിയതുപോലെ, തേടിയതല്ല ഞാൻ നിന്നെ ക്രൂഷ്യൻ സ്നേഹം, എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടത് നേടി ഈ പാപിയാം എന്നെ, അങ്ങനെയാണ് ഞാൻ പാടിക്കൊണ്ടത്. തേടിയ രണ്ടായാലും ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ കണ്ടെത്തി, നമ്മളെ അത്ഭുതകരമായി ദൈവം നമ്മളെ നടത്തി, നമ്മൾക്ക് ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കത്തക്കവണ്ണം ദൈവം നമ്മളെ നടത്തുന്ന ആ ഒരു വലിയ സ്നേഹത്തിനായിട്ട് മനഃപൂർവ്വമായിട്ട് നന്ദി പറയുന്നു. എന്താ ഇപ്പം ഞാൻ കടന്നുപോകുന്ന ചില ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ജയ്പർ പറഞ്ഞ പോലെ നമ്മളെക്കുറിച്ച് ദൈവം ഓരോ സമയങ്ങളിലും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുടെ വേണ്ടി, കർത്താവെ, അതായിരിക്കുമോ ശരി, അല്ല ഇതായിരിക്കുമോ ശരിയെന്ന് ചോദിക്കുമെന്ന് നമ്മുടെ മനസ്സിലെ ചിന്തകൾ വരുമ്പോൾ ദൈവം നമ്മളോട് നമ്മൾ കേട്ട പോലെ, കർത്താവെ, അവിടുത്തെ ഇഷ്ടം അങ്ങ് എന്നെക്കുറിച്ചുള്ള ആ പെർഫെക്റ്റ് വില്ലിൽ ഞാൻ എന്നെ തന്നെ സിമ്പിളായി ഞാൻ എന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ഹിതം എന്നെക്കുറിച്ചുള്ളത് അത് പെർഫെക്റ്റ് വിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ അത് നടത്തപ്പെടുമ്പോഴാണ് നമ്മളിപ്പോൾ കേട്ട പോലെ സകലവും അവങ്കിൽ നിന്നും ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം, ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അവിടെ നിന്ന് തുടങ്ങി നമ്മളിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടന്ന് അതിൻ്റെ മഹത്വം തിരിച്ച് ആ വൃത്തം പൂർണ്ണമാകത്ത പോലെ കർത്താവിലേക്ക് തന്നെ തിരിച്ചുപോയി കർത്താവ് തന്നെ മഹത്വം കൊണ്ടിരുന്ന ഒരു വലിയ വിളിക്കായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനായിട്ട് ദൈവം ഒരുക്കുന്ന വഴിയിലൂടെ പറഞ്ഞ പോലെ നമുക്ക് ആ നിലയിലുള്ളൊരു സമ്പൂർണ്ണ സമർപ്പണം, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ താല്പര്യങ്ങളെ ഒഴിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും അതിൽ തന്നെ കർത്താവാണ് നമ്മുടെ മാതൃക. കർത്താവ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും വിട്ടാണ് നമ്മളെ സ്വീകരിക്കാനായിട്ട് വന്നത്. ഓരോ ദിവസവും തൻ്റെ ഐഹിക ജീവിതകാലത്ത് ആ മരണത്തെ രക്ഷിക്കാൻ കഴിവുള്ള കർത്താവിനോട് ഓരോ പ്രാവശ്യവും യേശുവിൻ്റെ ഇഷ്ടത്തെ ഓരോ സമയത്തും, കർത്താവെ, എൻ്റെ ഇഷ്ടം വേണ്ട, അവിടുത്തെ ഇഷ്ടം മതി എന്ന് പറഞ്ഞൊരു മാതൃക നമ്മുടെ മുഖ് വെച്ചിട്ടുണ്ട്. അപ്പം യേശു തന്നെ പ്രസാദിച്ചില്ല നമ്മൾ വായിക്കും. നമ്മളും അതേപോലെ നമ്മളെ പ്രസാദിപ്പിച്ചൊരു ജീവിതം ചെയ്യാതെ നമുക്ക് വേണ്ടി ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ച യേശുവിൻ്റെ ആ സ്നേഹത്തിന് മുന്നേ, കർത്താവെ, കർത്താവെ, ഒരു ചോദ്യങ്ങളും ഇല്ലാതെ, ഒരു രണ്ടാമതൊന്നും ആലോചിക്കാതെ, കർത്താവെ, എന്നെ അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുന്നു പറഞ്ഞ് ജീവിക്കാനായിട്ട്, അവനെ വിളിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന പ്രകാരം ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് എൻ്റെ നന്ദി പറയുന്നു. അവിടെ ഒരു വാക്ക് പറഞ്ഞു, കീഴടങ്ങും. കേൾപ്പിച്ചതായ വചനം എൻ്റെ ജീവിതത്തിൽ കീഴടങ്ങിയിട്ട് കർത്താവ് 15-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ചില സംഗതികൾ പറയുന്നു. എല്ലാം എൻ്റെ ജീവിതത്തിൽ സ്നേഹമുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് പറയുന്നത്. 15-ൽ പറയുന്നു, ദിസ് ഈസ് മൈ കമാൻഡ്മെൻറ്റ് ദാറ്റ് യു ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ്. ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡിൽ എത്തുന്നതിന് വേണ്ടിയാണ്, ആ രീതിയിലുള്ള സ്നേഹമാണ് കർത്താവ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക. അതിനുവേണ്ടി അതൊന്ന് കീഴടങ്ങി കൊടുക്കണം. കർത്താവിന് അതിനെ സഹായിക്കുക. അതുപോലെ തന്നെ ഈ 15-ാം അധ്യായത്തിൻ്റെ 5-ലും 8-ലും പറയുന്നു, ഫ്രൂട്ടിനെ പറ്റി പറയുന്നു. ഇതിനകത്ത് പറയുന്നു 5-ാമത്തെ മച്ച് ഫ്രൂട്ട്. അതിന് I am the vine, you are the branches. He who abides in me and I in him bear much fruit,
ഫോർ വിത്തൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിത് ഷെയർ ചെയ്താന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. മച്ച് ഫ്രൂട്ട്, വളരെ ഫലം കായ്ക്കാൻ. അതുപോലെ തന്നെ 8ാമത്തെ വാക്യത്തിൻ്റെ ബെയർ ഫ്രൂട്ട്, അങ്ങനെ ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. എനിഹൗ എത്ര എന്നാലും നമ്മൾ പിന്നെ കർത്താവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫലം കായ്ക്കുന്നതിന് വേണ്ടിയാണ്. ആ ഫലം എന്നിൽ നിന്നുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കർത്താവിൽ തന്നെ വസിച്ചിട്ടല്ലാണ്ട് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് പറ്റത്തില്ല. അതിനുവേണ്ടി കർത്താവിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവിനെക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഫലം കായ്ക്കുന്ന കാര്യം തന്നെ ഒരു 3 പ്രോഗ്രസീവ് ആയിട്ട് ഫലം കായ്ക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണ് എന്നോട് സംസാരിച്ചത്. ഒന്ന്, കർത്താവ് ചെത്തി വെടിപ്പാക്കുമ്പം അധികം ഫലം കായ്ക്കും. പക്ഷെ അത് കർത്താവ് ചെത്തി വെടിപ്പാക്കുമ്പം കായ്ക്കുന്ന ഫലങ്ങളുടെ നിന്ന് പോകാതെ പിന്നെ രണ്ടാമത് പറഞ്ഞത് വളരെ ഫലം കായ്ക്കുന്ന. അപ്പോൾ കർത്താവ് ചെത്തി വെടിപ്പാക്കുമ്പം ഞാൻ അധികം ഫലം കായ്ക്കും. പക്ഷെ വളരെ ഫലം കായ്ക്കണമെങ്കിൽ ഞാൻ അവൻ എന്നിലും വസിക്കണം. അത് രണ്ടും ചെയ്തെങ്കിലേ വളരെ ഫലം കായ്ക്കത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞ് മൂന്നാമത് നിലനിൽക്കുന്ന ഫലം. നിലനിൽക്കുന്ന ഫലം കായ്ക്കണമെങ്കിൽ വേറെ പറഞ്ഞു, അവനിൽ നിന്ന് തുടങ്ങി അവനിലൂടെ അവനിൽ അവസാനിക്കണം. ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിലൂടെ ദൈവത്തിൽ അവസാനിക്കുന്ന ഒരു കാര്യം മാത്രമേ, ഞാൻ ചെയ്യുന്ന കാര്യം മാത്രമേ അത് നിലനിൽക്കുന്ന ഫലമായിട്ട് വരത്തുള്ളൂ. അപ്പം ഈ അവസ്ഥയിൽ കർത്താവ് എപ്പോഴും ആ നിലനിൽക്കുന്ന ഫലം കായ്പാൻ തക്കവണ്ണം എന്ത് ചെയ്യുവാണെങ്കിലും അത് ശരിക്കും ഞാൻ കർത്താവിലും കർത്താവ് എന്നിലും വസിക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിൽ തുടങ്ങി, അതായത് മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ മുന്തിരിവള്ളിയിൽ നിന്ന് മാത്രമേ എനിക്ക് ഫലം കായ്ക്കാൻ ഒക്കത്തുള്ളൂ. ആ മുന്തിരിവള്ളിയിൽ നിന്ന് തുടങ്ങി വള്ളിയിലൂടെ ആണ് ഞാൻ ഫലം കായ്ക്കുന്നത്. അത് പിതാവിൻ്റെ മഹത്വത്തിനായിട്ടാണ്. അപ്പോൾ അവനിൽ നിന്ന് തുടങ്ങി അവനിലൂടെ അവനിൽ ചെന്ന് അവസാനിക്കുന്ന ഫലം നിലനിൽക്കും. ആ നിലനിൽക്കുന്ന ഫലം കായ്ക്കാനായിട്ട് എപ്പോഴും കർത്താവിൽ നിന്ന് തുടങ്ങി കർത്താവിലൂടെ കർത്താവിൽ അവസാനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി മാത്രം കർത്താവെ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവിന് പ്രസാദമുള്ളത് ഇപ്പം റോമക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ ഹിതമാണോ അല്ലയോ എന്ന് അറിയാൻ ഒന്നാമത് അത് നല്ലതാണോ എന്ന് നോക്കുക, നന്മയുള്ളതാണോ എന്ന് നോക്കുക. രണ്ടാമത് അത് പൂർണ്ണതയുള്ളതാണോ. മൂന്നാമത് അത് ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതമാണ്. അല്ലെങ്കിൽ അതൊരിക്കലും ദൈവത്തിൻ്റെ ഹിതമല്ല. ഇപ്പോൾ ദൈവവചനത്തിൽ ഒരിടത്ത് പറയുന്ന ഒരു കാര്യവും വേറൊരിടത്ത് പറയുന്ന ഒരു വചനവും തമ്മിൽ കോൺഫ്ലിക്റ്റിലാണ് ഞാനൊരു കാര്യം ചെയ്യുന്നെങ്കിൽ ആദ്യം പറയുന്നത് നല്ലതായിരിക്കും, ദൈവത്തിന് ഇഷ്ടമായിരിക്കും. പക്ഷെ രണ്ടാമത് ചെയ്യുന്ന ആ മാർഗം അല്ലെങ്കിൽ രണ്ടാമത് ഞാൻ ചെയ്യാൻ പോകുന്നത് തമ്മിൽ കർത്താവിൻ്റെ വചനത്തിന് തമ്മിൽ ഒരു പൊരുത്തമില്ലെങ്കിൽ അതൊരിക്കലും ദൈവത്തിൻ്റെ ഹിതമായിരിക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ആ ദൈവഹിതം തിരിച്ചറിഞ്ഞ് കർത്താവെ മനസ്സ് പുതുക്കി ആ ദൈവം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ. അപ്പം എൻ്റെ മനസ്സിലുള്ള ഒരു പ്ലാനല്ല കർത്താവ്, ഇവിടെ നിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലുള്ള പ്ലാനെല്ലാം ഒന്ന് മാറ്റിയിട്ട് കർത്താവ് എൻ്റെ മനസ്സിനെ ഒന്ന് പുതുക്കേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ 7-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യം, അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഇവിടെയും 16-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അത് തന്നെ 7-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ അപേക്ഷിക്കുന്നത് എനിക്ക് കിട്ടണമെങ്കിൽ ഇവിടെ ആദ്യം പറഞ്ഞത് നിങ്ങൾ നിലനിൽക്കുന്ന ഫലം കായ്ക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാലും നിങ്ങൾ അപേക്ഷിക്കുന്നത് കിട്ടും. അപ്പോൾ എനിക്ക് നിലനിൽക്കുന്ന ഫലം കായ്ക്കണമെങ്കിൽ ആൽജിബ്രായിലെ ഇക്വേഷൻ പോലെ A = B, B = C ആണെങ്കിൽ A = C. അങ്ങനെ പറയുമ്പോൾ
ഞാൻ നിലനിൽക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ അത് ഞാൻ നിലനിൽക്കുന്ന ഫലം കായ്ക്കണം. നിലനിൽക്കുന്ന ഫലം കായ്ക്കണമെങ്കിൽ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളുടെ വസിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം അനുസരിക്കണമെന്ന് തന്നെയാണ് ഇവിടെ എല്ലാം കൂടെ ചേർത്ത് പറയുന്നൊരു കാര്യം. അതുപോലെ ഇവിടെ പറയുന്നുള്ളൂ, നിങ്ങൾ എൻ്റെ വചനം അനുസരിച്ചാൽ, നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ഇവിടെ 2-3 പേരുടെ കാര്യം കർത്താവിൻ്റെ സ്നേഹിതന്മാരായിരുന്നവരെ കുറിച്ച് പറഞ്ഞു. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു, മോശയെ കുറിച്ച് പറഞ്ഞു, പിന്നെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു, ആമോസിലെ. അപ്പോൾ ഇവരെല്ലാം ചെയ്ത ഒരേ കാര്യമാണ്. കർത്താവ് കൽപ്പിച്ചത്, യഹോവയായ ദൈവം കൽപ്പിച്ചത് അവരെ പറഞ്ഞു. അബ്രഹാമിൻ്റെ കാര്യമാണെങ്കിൽ എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. ഊരിൽ നിന്ന് പുറപ്പെട്ട് പൊക്കോളാൻ പറഞ്ഞു. നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക എന്ന് പറഞ്ഞെ എവിടോട്ടാണ് പോകുന്നതെന്ന് പോലും കർത്താവിനോട് ചോദിക്കാതെ അങ്ങ് ഇറങ്ങുമായിരുന്നു. അതൊരു അനുസരണമാണ് കർത്താവെ. അതുപോലെ ഒരേ ഒരു മകനെ ദൈവം കൊടുത്തതാണ്. ഇവനിലൂടെ നിന്റെ സന്തതിയിൽ നിന്ന് ലോകം മുഴുവൻ ജാതികൾ ഉണ്ടാകുമെന്ന് കൊടുത്ത ആ ഇസ്ഹാക്കിനെ കൊണ്ട് ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ കർത്താവിനെ യഹോവയായ ദൈവത്തെ അനുസരിച്ചു. അവൻ ഇസ്ഹാക്കിനെ ബലി കഴിക്കാനായിട്ട് അതിരാവിലെ അങ്ങ് പുറപ്പെട്ടു. രാത്രി പറഞ്ഞു, അതിരാവിലെ പുറപ്പെട്ടു പോയി. അങ്ങനെ അനുസരിച്ചുകൊണ്ടാണ് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായത്. ഇവിടെ കർത്താവ് പറയുന്നത് തന്നെ, നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചാൽ എൻ്റെ സ്നേഹിതന്മാരായി തീരും. അപ്പം കർത്താവിനെ അതുപോലെ തന്നെ അവൻ പറഞ്ഞ മോശയുടെ കാര്യമാണെങ്കിലും പ്രവാചകന്മാരാരും കർത്താവിനോട് എന്തിനാണെന്നൊരു കാര്യം അവർ ചോദിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞല്ല അവർ അതുപോലെ ചെയ്തു. കർത്താവിൻ്റെ വചനം എന്നോട് അവരോട് പറഞ്ഞ കാര്യങ്ങളൊന്നും കർത്താവ് പറയാറില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം മാത്രമാണ് കർത്താവ് പറയുന്നത്. അതുപോലും എനിക്ക് അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവ് എത്ര അധികം ദുഃഖിക്കും. കർത്താവിനെ സ്നേഹിത ആക്കാൻ വേണ്ടിയാണ് വിളിച്ചേക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം, ഈ പറഞ്ഞവരാരും കർത്താവിനെ തിരിച്ച് സ്നേഹിതാന്ന് വിളിച്ചിട്ടില്ല. അവരെല്ലാം കർത്താവെ, അടിയൻ, ദാസൻ എന്നൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കർത്താവിൻ്റെ ഹൃദയത്തിൽ അവർ സ്നേഹിതന്മാരായിരുന്നു. കർത്താവ് അവരോട് പറയാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നോട് ഹൃദയം തുറക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ വചനം അയച്ചു. അതാ എൻ്റെ വചനം നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായാലും, എത്ര പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ആണ് സംഭവിക്കുന്നതെങ്കിലും അവിടെയെല്ലാം കർത്താവ് പറയുന്നത് അനുസരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ, അതിലേക്ക് എന്നെ തന്നെ മുഴുവനായിട്ട് ഇല്ലായ്മയായാലും കർത്താവിനെ അനുസരിക്കാൻ, അത് എന്നെ പറഞ്ഞ പോലെ വിട്ടുകൊടുക്കാൻ, എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ, കർത്താവ് പറയുന്ന കാര്യങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഞാൻ കർത്താവ് എന്നെ അവിടുത്തെ സ്നേഹിത എന്ന് പറയാനായിട്ട് കർത്താവിന് കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് എന്നിലും ഞാൻ കർത്താവിലും കർത്താവിൻ്റെ വചനം എന്നിലും വസിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഫലം കായ്ച്ച് കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കർത്താവെ മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്ത കാര്യമൊക്കെ നമ്മൾ നേരത്തെയും കേട്ടു, ഇപ്പോഴും കേട്ടു. അപ്പം കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. എന്തിനാ? ശരിക്കും ഞാൻ ഓർക്കും, കർത്താവ് എന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. പക്ഷെ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത് കർത്താവിൻ്റെ കർത്താവിന് എന്നോട് പ്രസാദം തോന്നി. ലോകസ്ഥാപനത്തിന് മുൻനിർണയിച്ച പ്രകാരം, ഇവിടെ കേട്ട പോലെ മുൻനിർണയിച്ച പ്രകാരം കർത്താവ് തിരഞ്ഞെടുത്ത ഒരു ദാസിയായി പാന്തക്കോണം എനിക്ക് അതിന് ഭാഗ്യം ലഭിച്ചതിനായിട്ട് സ്തോത്രം. അത് എന്നെ വെട്ടിയെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കുമ്പോഴാണ് കർത്താവ് എൻ്റെ യോഗ്യത നരകം മാത്രമായിരുന്നല്ലോ എന്ന് ഞാൻ ഓർക്കുന്നത്. അവിടെ നിന്ന് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. സ്വർഗത്തിലുള്ളതിനും പുത്രനോടുകൂടെ എന്നെ അവകാശിയാക്കി തീർത്തു. അതുകൊണ്ട് കർത്താവെ, ആ അവകാശിയായി തീരണമെങ്കിൽ കഷ്ടം അനുഭവിക്കേണ്ടതുണ്ട്. കഷ്ടം സഹിച്ചാലേ ക്രിസ്തുവിനോടുകൂടെ അവകാശിയായി തീരത്തുള്ളൂ. കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ പനിയും തലവേദനയും ഒന്നും വരുന്നതല്ല. എൻ്റെ ജഡത്തിൽ കഷ്ടം അനുഭവിക്കാൻ, എൻ്റെ ജഡത്തിൻ്റെ ഇഷ്ടത്തോട് നോ പറഞ്ഞ് അവിടെ ഒരു കഷ്ടമുണ്ട്. ആ കഷ്ടം ഞാൻ അനുഭവിച്ചാൽ എനിക്ക് ആത്മാവ് എന്നെ ജീവിപ്പിക്കും. അവിടെ ക്രിസ്തുവിനോടുകൂടെ കൂട്ടാവകാശിയായി തീരാനായിട്ട് സാധിക്കും. അതിനായിട്ട് എപ്പോഴും
ആത്മാവിനെ അനുസരിച്ച്. ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിക്കുന്നവർക്കാണ് ആ ന്യായപ്രമാണത്തിൻ്റെ നീതി ലഭിക്കാൻ പോകുന്നത്, ക്രിസ്തുയേശുവിന്റെ നീതി. അതുകൊണ്ട് അത് ലഭിക്കാനായിട്ട് കർത്താവെ എല്ലാ സമയത്തും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിനായിട്ട് ഞാൻ എന്നെ വരവേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്നേഹിക്കാൻ, തമ്മിൽ തമ്മിൽ കർത്താവിനെ സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സ്നേഹിക്കാൻ, അത് ആരൊന്നും നോക്കാതെ എല്ലാവരെയും കർത്താവ്, ആരെ കാണുമ്പോഴും ഞാൻ ഓർക്കേണ്ടത് കർത്താവിനെ എങ്ങനെയാണ് സ്നേഹിച്ചത്, അങ്ങനെ സ്നേഹിക്കാൻ. സഹോദരങ്ങളെ പ്രത്യേകിച്ച് കർത്താവ് ആ ഒരു സ്നേഹത്തോടെ, ദയോടെ, മനസ്സലിവോടെ എല്ലാവരെയും കാണാനായിട്ട് ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവസാനം പറഞ്ഞെടുത്തത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭ്രമിക്കണ്ട, നിങ്ങൾ ധൈര്യപ്പെടുകയും, ലോകം നിങ്ങളെക്കാൾ മുമ്പേ എന്നെ പകച്ചിരിക്കും. അപ്പോൾ കർത്താവിനെ പകച്ച ലോകം നമ്മൾ ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു ഒരു പാടിയത് സീവൻ സഞ്ചാരിന്. അതിനകത്ത് പറയുന്നത്, നാഥന് മുൻമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്ക് എന്തിനായി. അതുകൊണ്ട് ലോകം തരുന്ന പേരിനായിട്ടൊന്നും ആഗ്രഹിക്കാതെ കർത്താവ് തരുന്ന പേരിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ സഹായിക്കുന്നു. ആമേൻ. ശരിക്കും ഒരു കർത്താവായിട്ടുള്ളൊരു ഫെലോഷിപ്പിനെ കുറിച്ച് ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റിലെ എക്സാമ്പിൾസും ഒത്തിരി കാര്യങ്ങൾ, ന്യൂ ടെസ്റ്റ്മെന്റിലാണെങ്കിലും പൗലോസിന്റെ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് ഒത്തിരി എൻകറേജിങ് ആയിരുന്നു. കാരണം പലപ്പോഴും കർത്താവിൻ്റെ ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലേക്ക് വായിക്കുകയും പഠിക്കുകയും പാടുകയൊക്കെ ചെയ്തപ്പോൾ ഒരു പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ദൈവം എന്നോട് അതാ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് കർത്താവിനെ കൂടുതൽ അറിയുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഒന്നും ഇപ്പം എനിക്കൊരു പാട്ട് വന്നത്, ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയായ ഭാരങ്ങൾ എന്നിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. പലപ്പോഴും ആ ഒരു ഭാരങ്ങളും വ്യാകുലവും അത് എൻ്റെ ലൈഫിൽ കാണുന്നുണ്ടോ എന്നുള്ളത്, അത് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഒത്തിരി ദൈവം പണ്ടത്തെ പോലെ അല്ല, എന്നാലും ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ ആ ഒരു മെസ്സേജ് എനിക്ക് അതുപോലെ നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ ഇവിടുത്തെ പല കാര്യങ്ങളും അതിൽ എങ്ങനെ എന്താ പറയുക, എങ്ങനെ കിട്ടി കിടക്കുവാണോ, അതോ കർത്താവിൻ്റെ ആ ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി വെള്ളോട്ട് നോക്കി അങ്ങനെ എന്താ പറയുക ഒരു ഫ്രീഡം അതിലേക്ക് വന്നിട്ടുണ്ടോ, എനിക്ക് ഒത്തിരി ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. ഇവൺ ഒരു ചെറിയ ഒരു കൊച്ചിനൊരു വയറുവേദന വന്നാൽ പോലും ദൈവം അറിയാതെ അത് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഇത്തിരി എൻകറേജിങ് ആയിരുന്നു. അത് ദൈവത്തിന് എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ദൈവത്തിലേക്ക് നമ്മളെ കൂടുതൽ ആശ്രയം ദൈവത്തിലേക്ക് അടുപ്പിക്കാനും അതുപോലെ ബാക്കിയുള്ളവരും അത് കണ്ട് കർത്താവിലേക്ക് കൂടുതൽ അവരുടെ ഫോക്കസ് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാം മാറി കർത്താവിലേക്ക് ഫോക്കസ് ആകാൻ വേണ്ടിയിട്ടാണ് ദൈവം ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. പണ്ട് പലപ്പോഴും ഞാനിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ദൈവത്തോട് ഇങ്ങനെ കർത്താവിനങ്ങ് വന്നുകൂടായോ ഇത്രയും പാട്ടിന്. പക്ഷെ ശരിക്കും കൂടുതൽ ദൈവത്തെ അറിയുന്നവരും ഇപ്പൊ തന്നെ ആ ഒരു വേഴ്സ് 2 Peter 3:9, Lord is not slow about his promises as some count, but is patient toward you, not wishing for any to perish, but for all to come to repentance. ശരിക്കും ആ ഒരു കർത്താവിൻ്റെ ഹൃദയം എത്രമാത്രം ഹൗ ലവിങ് ഈസ്. ഒരു കർത്താവ് എല്ലാവരും ഒരു രക്ഷയിലേക്ക് വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പം ആ ഒരു ഹൃദയം കർത്താവിൻ്റെ ആ ഒരു ബേർഡൻ, എൻ്റെ ഈ ചെറിയൊരു ബേർഡനുകളെല്ലാം അതുകൊണ്ട് മാറ്റി വെച്ചാൽ യഥാർത്ഥത്തിലുള്ള ബേർഡൻ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം എന്താ പറയുക ആ ഒരു ചെറിയ കാര്യങ്ങളെല്ലാം മാറിപ്പോകും. കർത്താവിൻ്റെ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പാട്ട് പാടിക്കൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതമായിരിക്കും. അല്ലാതെ
ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് ഇത്രയെല്ലാം ചെയ്തു വെച്ചു, എല്ലാം സൈക്ലർ പറയുന്ന പോലെ ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ അവസാനം നമുക്ക് അറിയാമെങ്കിലും വളരെ കൂളായിട്ട് ആ മാച്ച് കണ്ട് അവസാനത്തെ വിജയം നമ്മുടെ സൈഡിലാണെന്നുള്ളത്. അപ്പം ആ ഒരു ലൈഫ് ജീവിക്കാനായിട്ട് കർത്താവ് എൻ്റെ കൈ പിടിച്ച് നടന്ന ഏറ്റവും പാട്ടും പാടി കർത്താവിനോട് കർത്താവ് എന്നോട് കാര്യങ്ങൾ പറയും. ഇതെല്ലാം പറഞ്ഞിട്ട് 18ാമത്തെ വാക്യത്തിലെ കമാൻഡ് യു ലവ് വൺ അനദർ. ശരിക്കും ആ ഒരു ലവ് നമ്മുടെ ഉള്ളിൽ വരാത്ത എന്തുകൊണ്ട്? കാരണം നമ്മൾ വിചാരിക്കുന്ന മറ്റും അവരെന്നെ എനിക്കെതിരെ ഇത് ചെയ്യുന്നു, മറ്റവർ എനിക്കെതിരെ അത് ചെയ്യുന്നു. പക്ഷെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവര് ഇത് ചെയ്താലും ഒന്നും നമ്മളോട് ദൈവം കമാൻഡ് ചെയ്തേക്കുന്നത് സ്നേഹിക്കാൻ മാത്രമാണ്. ബാക്കിയെല്ലാം ദൈവം നമുക്കായിട്ടുള്ളത് തന്നെ ചെയ്യുന്നത്. ആ ഒരു കാര്യം കർത്താവിൻ്റെ ആ ഒരു കറക്ഷനും അതെല്ലാം സ്വീകരിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്കായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യും. അതിനായിട്ട് ഞാനും എൻ്റെ പ്രാർത്ഥിക്കുന്നു.